പകൽക്കാലം അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ജീവൻ സുഖബലമൊക്കെയായി നന്ദിയോട് സ്തോത്രം. സ്വർഗപിതാവേ, നല്ല കർത്താവേ, ഈ മനോഹരമായ പകലിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ വിലയേറിയ കൃപ ഞങ്ങളെ ഇതുവരെയും താങ്ങി പരിപാലിച്ചല്ലോ. കഴിഞ്ഞ 7 മാസക്കാലങ്ങളായി അത്ഭുതകരമായി ഞങ്ങളെ നടത്തി അവിടുത്തെ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവേ, പകൽക്കാലം അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദയയ്ക്കായി വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ കോടാകൂടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയെ പാടുവാനും ആരാധിപ്പാനും അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എല്ലാം ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകുന്നു. ഞങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സുകളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാസറ്റുകളെ സമർപ്പിക്കുന്ന കർത്താവ് എല്ലാത്തിനും രക്തം കൊണ്ട് മുദ്ര വയ്ക്കുന്നു. ഇലക്ട്രിസിറ്റി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഈ പകൽക്കാലം എല്ലാവറ്റിന്റെ മേലും ദൈവകൃപ വ്യാപരിക്കുന്നു. കർത്താവിന്റെ കരം നീട്ടി പ്രവർത്തിക്കുമാറാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല വചനങ്ങളെ തെളിയുന്ന കർത്താവ് ഞങ്ങളെ മാനിക്കണം. ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവേ സ്തോത്രം അനുഗ്രഹിക്കപ്പെടുവാന്റെ ഗുണമായ ദൈവമായ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. എല്ലാവരെയും ധാരാളമായ ദൈവം അനുഗ്രഹിച്ചു കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി ഉത്തരമണമേ ശ്രീ നല്ല പിതാവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ചേഞ്ചുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് അല്പം സമയം മുമ്പോട്ട് പോയി നിങ്ങൾക്ക് കൃപയായി ക്ഷമിക്കണം. വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആരാധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് അത് സൂം കൂടെ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അതിന്റെ ID ഞങ്ങൾക്ക് അയക്കപ്പെടുന്നതായിരിക്കും. സൂം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാ മീഡിയകളെയും നമ്മൾ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Worship you, Jesus. Hallelujah. എല്ലാവരും ഞങ്ങളോട് ചേർന്ന് പാടിയാൽ ദൈവത്തെ ആരാധിക്കാം. മകനാകത്തെരിந்து கொண்டே மறுபடி பிறக்க வைத்தீர். மகனாகத் தெரிந்து கொண்டே பிறக்க வைத்தீர். ராஜாக்களும் நாங்களே, ஓ ஆசாரியர்களும் நாங்களே. ஆமென், ஹல்லேலூயா. ராஜாக்களும் நாங்களே, ஆசாரியர்களும் நாங்களே. ஆராதிக்கின்றோம், அர்ப்பணிக்கின்றோம், அன்பு செய்கின்றோம். ஆராதிக்கின்றோம், அர்ப்பணிக்கின்றோம்,
சகலமும் படைத்தவரே, சர்வ வல்லவரே, சகலமும் படைத்தவரே, சர்வ வல்லவரே, மகிமைக்கு பாத்திரரே, எங்கள் பிரகாசமே, மகிமைக்கு பாத்திரரே. ஆராதிக்கின்றோம், ஆராதிக்கின்றோம், அர்ப்பணிக்கின்றோம், அன்பு செய்கின்றோம், உண்மை ஆராதிக்கின்றோம், அர்ப்பணிக்கின்றோம், அன்பு செய்கின்றோம். பரிசுத்தர் பரிசுத்தரே, பரலோக ராஜாவே, ஆமென். பரிசுத்தரே, ஓ பரலோக ராஜாவே, எப்போதும் இருப்பவரே, இனிமேலும் வருபவரே. ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. எப்போதும் இருப்பவரே, இனிமேலும் வருபவரே. ஆராதிக்கின்றோம், அன்பு செய்கின்றோம், உண்மை உம்மை ஆராதிக்கின்றோம், ஆர்ப்பரிக்கின்றோம், அன்பு செய்கின்றோம். ஹல்லேலூயா, உம்மை ஆராதிக்கிறோம். worship you, Lord. Vivarama Shanturama. Worship you, Jesus. Hallelujah. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. അങ്ങയുടെ സന്നിധി എത്ര കർത്താവേ സന്തോഷപ്രദമുള്ളതാണ്. ഹല്ലേലൂയ. ഓ, അങ്ങയുടെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്നത് 1000 സംവത്സരങ്ങളെക്കാളും മനോഹരമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നത് സുഖവുമാണെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അവിടുത്തെ സാന്നിധ്യത്തിലെല്ലാം നിറവായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്തു. ചില പാട്ടുകൾ പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ഞങ്ങളോടുകൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആദ്യം ഒരു തമിഴ് പാട്ട് പാടാം. ഹല്ലേലൂയ. അതിന്റെ മലയാളമുണ്ട്, അതിന്റെ ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, എല്ലാ സോങ്ങും ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. യേശുവിൻ നാമത്തിൽ மறைந்து வரும் கொள்ளை நோய்களுக்கும் பயப்படனே, நான் பயப்படனே.
மறைந்து வரும் கொள்ளை நோய்களுக்கும் பயப்படனே, நான் பயப்படனே. இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என்று எழுமத்தை. இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என்று எழுமத்தை. வியாதி பயம், மரண பயம் இயேசுவின் நாமத்தில் நீங்கிடட்டும். வியாதி பயம், மரண பயம் இயேசுவின் நாமத்தில் நீங்கிடட்டும். ஆட்டுக்குட்டி இரத்தம் இயேசுவின் நாமம் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம். பொல்லாப்பு எனக்கு நேரிடாது, என் கூடாரத்தை அணுகிடாது. பொல்லாப்பு எனக்கு நேரிடாது, என் கூடாரத்தை அணுகிடாது. இயேசுவின் நாமம் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம். பரலோக சேனையின் காவலுண்டு, சர்வவல்ல தேவனின் கிருபையுண்டு. பரலோக சேனையின் காவலுண்டு, சர்வவல்ல தேவனின் கிருபையுண்டு. இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என்று எழுதிடும். இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என்று எழுதிடும். உயர்த்திடுவோம் இயேசு நாமத்தை. ஹல்லேலூயா. சேர்ந்து பாடுவோம். அழைத்திடுவோம் பேருகளே, இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம். இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம். இயேசுவின் நாமம் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என் வீட்டிற்கு வந்தே. இயேசுவின் நாமம் என் ஜீவனை காக்கும். இயேசு நாமத்தை மறந்திடுவோம் நோயின் பேருகளே, உயர்த்திடுவோம் இயேசு நாமத்தை மறந்திடுவோம் நோயின் பேருகளே. இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம். இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என் வீட்டிற்கு. பரலோக சேனையின் காவலுண்டு, சர்வவல்ல தேவனின் கிருபையுண்டு. பரலோக சேனையின் காவலுண்டு, சர்வவல்ல தேவனின் கிருபையுண்டு. இயேசுவின் நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என் வீட்டிற்கு. நாமம் என் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம். பொல்லாப்பு எனக்கு நேரிடாது, வாதையின் கூடாரத்தை அணுகிடாது. கரங்களை தட்டி ஹல்லேலூயா. தெய்வத்தை ஆராதிக்க. இயேசுவின் ரத்தம் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம். இயேசுவின் நாமம் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என் வீட்டிற்கு. வியாதி பயம், மரண பயம் இயேசுவின் நாமத்தில் நீங்கிடட்டும். ஹல்லேலூயா. இயேசுவின் நாமத்தில் நீங்கிடட்டும். இயேசுவின் நாமம் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என் வீட்டிற்கு. இயேசுவின் நாமம் ஜீவனை காக்கும், ஆட்டுக்குட்டி இரத்தம் என் வீட்டிற்கு. ஆட்டுக்குட்டி இரத்தம். மறைந்து வரும் கொள்ளை நோய் ஆமென். நான் பயப்படேன். ஹல்லேலூயா.
രക്തം Oh, hallelujah. Praise the Lord. നാമം ജീവനിൽ കാക്കും. Praise the Lord. Hallelujah. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുക്രിസ്തു വന്നത് തന്നെ നമുക്ക് ജീവൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന്റെ നാമം നമ്മുടെ ജീവനെ കാക്കും. അത് നമുക്ക് നിത്യജീവൻ തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊരു ഹിന്ദി പാട്ടുകൂടെ പാടി ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ എല്ലാവരും കരങ്ങളെ തന്നെ ഞങ്ങളോട് കൂടെ ചേർന്ന് പാടിയാട്ടെ. ഞങ്ങളെ കഴിയുന്നിടത്തോളം നമ്മുടെ ഗാസറ്റുകള്, മീഡിയകള്, മൾട്ടിമീഡിയകളൊക്കെയും ഉപയോഗിച്ച് ആരാധിക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ സ്ലൈഡുകൾ, പാടുന്ന പാട്ടുകളുടെ സ്ലൈഡുകൾ ഇംഗ്ലീഷിലും അതത് ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരപ്പെടുന്നത്. സോ മറ്റു ഭാഷ അറിയാത്തവരാണെങ്കിലും ഇംഗ്ലീഷിൽ നോക്കി പാടാൻ കഴിയും. ദയവേത് നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പാടുമ്പോൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. നമുക്കൊരു ഹിന്ദി പാട്ട് പാടാം. महिमा ओ यीशु की महिमा, महिमा ओ यीशु की महिमा, महिमा ओ यीशु की हालेलुया, हालेलुया. ചേർന്ന് പാടാം. കരങ്ങളെ തട്ടി ഹല്ലേലൂയ. महिमा, महिमा ओ यीशु की 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 हालेलुया, यीशु हालेलुया, हालेलुया यीशु ओ हालेलुया, हालेलुया यीशु हालेलुया, हालेलुया यीशु. असंभव को संभव करने वाला आराध्य, असंभव को संभव करने वाला आराध्य. हालेलुया. ओ महिमा, महिमा ओ यीशु की महिमा, महिमा ओ यीशु की महिमा, महिमा ओ यीशु की हालेलुया, हालेलुया यीशु की हालेलुया, हालेलुया यीशु की हालेलुया, हालेलुया यीशु. प्रेमियानों का करुणा का सागर हालेलुया, करुणा का सागर हालेलुया. महिमा, महिमा ओ यीशु की 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 हालेलुया. आमेन. हालेलुया, हालेलुया
Hallelujah, hallelujah, Alpha Omega, Alpha Omega, Ashishoka Shota, Alpha Omega, Ashishoka Shota, Mahima, 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 Yesu, Serpana. എല്ലാവരും ചേർന്ന് കരങ്ങളെ തട്ടി ഹല്ലേലൂയ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു Hallelujah. Amen. We praise you, Lord. Amen. Amen. Praise the Lord. Holy Karamana Varamashya. Hallelujah. We worship you and praise you. Hallelujah. സകല മഹത്വത്തിനും മാനത്തിനും യോഗ്യനായവൻ ഹല്ലേലൂയ അവനെ നമുക്ക് സ്തുതിക്കാം. മലയാള പാട്ട് കൂടെ പാടി നമുക്ക് ദൈവത്തെ മുന്നിൽ കാണാം. ആരാധിക്കുമ്പോൾ വിടുതൽ ഹല്ലേലൂയ. പഴയ പാട്ട് ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. ആരാധിക്കുമ്പോൾ വലിയ വിടുതൽ സംഭവിക്കും. ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. നമ്മൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മീയ മണ്ഡലത്തിൽ അല്ലേ ആരാധിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞങ്ങളോടുകൂടെ ചേർന്ന് കരങ്ങൾ തട്ടി ഹല്ലേലൂയ പാടിയാം. സമാധാനം സന്തോഷം ഹല്ലേലൂയ. ആരാധിക്കാം പറ്റണേ നല്ലവൻ നാമൻ നല്ലവൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം പറ്റണേ നല്ലവൻ നാമൻ നല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം. അന്വേഷിപ്പീൻ ഹല്ലേലൂയ. അന്വേഷിപ്പീൻ കണ്ടെത്തും തുറക്കും സ്വർഗത്തിൻ കലവറ പ്രയോജനം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. അടുത്തു പോകാതെ വിശ്വാസം
അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഓ നീതിമാന്റെ പ്രാർത്ഥന, ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് പാടി ഹല്ലേലൂയ. ചോദിപ്പീനാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ചോദിപ്പീനാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. അവൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാതെ പ്രയോജനം. ഓ മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാതെ പ്രയോജനം. ആത്മാവിൽ ആരാധിക്കാൻ കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തു പോകാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന, ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കാം കർത്താവേ. കരങ്ങളെ ഉയർത്തി, കരങ്ങളെ താട്ടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഈ ദേഹത്തിൽ സമാധാനം സന്തോഷം ഭാരമായി നാദങ്ങൾ. അതേ ഈ ദേഹത്തിൽ സമാധാനം സന്തോഷം ഭാരമായി. ചേർന്ന് പാടാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. Yes, Lord. Yes, Lord. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. Praise you, Jesus. Hallelujah. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണമായി നമുക്ക് ഈ പകൽക്കാലം കൂടാകുടി ദൂതസഞ്ചയങ്ങൾ സ്തുതിക്കുന്നവർ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, പരിശുദ്ധ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, നന്ദി കരേറ്റുവാൻ ഈ പകൽക്കാലം നമ്മെ Hallelujah, we worship you, Lord Jesus. Hallelujah. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. Hallelujah.
ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവം. ഹല്ലേലൂയ. അവനെ ഒരിക്കൽ കൂടെ സ്തുതിക്കാം. അത്ഭുത മന്ത്രിയായിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. വാഴ്ത്തി സ്തുതിക്കുന്ന സർവ്വലോകനാഥനാം മിശിഹാ, പരിശുദ്ധൻ മഹോന്നതൻ. വാഴ്ത്തി സർവ്വലോകനാഥനാം ഹല്ലേലൂയ. ഒരിക്കൽ കൂടി അവൻ അത്ഭുത മന്ത്രിയാം. ചേർന്ന് പാടി ആരാധിക്കാം. ഒരിക്കൽ കൂടെ കോടാകോടി ദൂതർ പാടി ആരാധിക്കാം. കരങ്ങൾ ഉയർത്തും. ഇരു കരങ്ങളെ ഉയർത്തി പാടി സ്തുതിക്കാം. ഒന്നുകൂടെ ഹല്ലേലൂയ.
worship you, Jesus. Praise you, Lord. Hallelujah. ശബ്ദമുയർത്തി അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാ. Yes. Hallelujah എന്ന് ചേർന്ന് പാടാം. സ്വർഗസേന പാടുന്നത് പോലെ, സ്വർഗദൂതന്മാർ പാടുന്നത് പോലെ. We worship you, Lord. Amen. Hallelujah. We worship you, Lord. Worship and praise you. കരങ്ങളുയർത്തി ആത്മാവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗാദി സ്വർഗം വിട്ട് ഇന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയോ. ആരാധിച്ചോട്ടെ, ആത്മാവിൽ ആരാധിച്ചോട്ടെ. നന്ദിയോടെ സ്തുതിക്കുന്നവർ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധ മഹോന്നതനായ ദൈവം സ്വർഗപിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ കർത്താവേ, ആരാധനയുടെ നേരത്തിനായി നന്ദിയോടെ സ്തോത്രം. Worship you and love you, Jesus. അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ആത്മാവിൽ നിറയ്ക്കുന്നതിനാൽ, ഉന്മേഷം പകരുന്നതിനാൽ, ഉത്സാഹം പകരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണമായി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ഉപതോന്നണമേ സ്വർഗ്ഗപിതാവേ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നത്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവര്, ഞങ്ങളെ കാണുന്നവര് എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. ഞങ്ങളെ കഴിവതും നമ്മുടെ ഗാസറ്റുകള്, മീഡിയകള്, സോഷ്യൽ മീഡിയകളൊക്കെയും ആരാധനയ്ക്ക് ഉപയോഗിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലൈവായി ഞങ്ങളോടുകൂടെ ആരാധിക്കുവാൻ സൂമില് അതിന്റെ ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ്.
ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച മുതലായിരിക്കുന്ന ബൈബിൾ സ്റ്റഡി മുതൽ നമ്മൾ സൂമിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബൈബിൾ സ്റ്റഡി പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്കത് തുടർന്ന് ലൈവായിട്ട് ലഭിക്കുന്നു. അതിനുള്ള ക്രമീകരണമൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അതിന് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മളൊരു ഭാഗം വായിക്കുവാൻ പോവുകയാണ്. 32-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. അത് കുഞ്ഞുങ്ങള് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കരങ്ങളിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഏത് ഭാഷയിലുള്ള വേദപുസ്തകമാണെങ്കിലും ദയവേത് തുറന്നു വെച്ചാൽ സാംസ് നമ്പർ 32. കർത്താവ് നമുക്ക് നൽകി തന്ന നല്ല സങ്കീർത്തനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഇവിടെ പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അതിന് 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. വലിയ അനുസരണത്തെ കുറിച്ച് അവിടെ കാണിക്കുന്നു. കർത്താവ് പറയണം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. ഇത് ദൈവം അത് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗം നാം ചെയ്യണം. ഉപദേശിക്കുമ്പോൾ നാം ഉപദേശം സ്വീകരിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ആലോചന പറഞ്ഞു തരുമ്പോൾ അത് ഗ്രഹിക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ അതാണ് പഠിച്ചത്. ദൈവം ദൈവത്തിന്റെ ഭാഗം ചെയ്യുമ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെതായ ഭാഗം ചെയ്യണം. എങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കത്തുള്ളൂ. സകലതും ദൈവം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ബുദ്ധിഹീനനാണ്. നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ നിനക്ക് ചെയ്യുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാണ്. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗമാണ്. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ഇന്ന് പകൽക്കാലം പോകുന്നില്ല. പ്രത്യേകം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അല്ലെ, വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുന്നല്ലോ, ലോകം മുഴുവനും നടക്കുന്ന ഈ വലിയ മഹാമാരിയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി. അതിനെ കർത്താവ് പൂർണ്ണമായി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിയേറിയ ദൈവീയ ഉണർവ് ദേശത്തുണ്ടാകുവാന്റെ ഗുണമായി, ജനങ്ങൾ മാനസാന്തരപ്പെടുവാന്റെ ഗുണമായി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് വാക്സിനൊക്കെ കണ്ടുപിടിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ കൃഷിക്കാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഇടയിൽ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിച്ചിരിക്കുന്നവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സകല വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളിവിടെ കരം കോർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിച്ചാൽ അപ്പോൾ ഹിന്ദിയിൽ നിമ്മി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് ഞാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Praise you. We worship you and we praise you, Jesus. Hallelujah. Amen. Hallelujah. Praise you. Amen. Hallelujah. Amen. Hallelujah. Oh, we worship you and praise you. Praise the Lord.
Amen. Hallelujah. Amen. Hallelujah. Praise the Lord. Glory to Jesus. Hallelujah. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഈ പകൽക്കാലം വളരെ വേഗമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന് നമ്മൾ കാണുന്നുണ്ട് തിരുവചനത്തിലെ സുവിശേഷങ്ങളിൽ പ്രത്യേകം കർത്താവ് എല്ലാം വളരെ ശാന്തവും ഉചിതമായി ചെയ്തു നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ 19-26 നോക്കണേ. യേശു പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ദൈവം സർവവ്യാപിയാണ്. ദൈവം സർവജ്ഞാനിയാണ്. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. അവൻ എന്തെല്ലാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക കാര്യങ്ങൾ ചെയ്യുവാനിടയായി. കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, വെള്ളത്തിന്മേൽ നടന്നു, ആഹാര പദാർത്ഥങ്ങളെ വർദ്ധിപ്പിച്ചു. വളരെ അമാനുഷികപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്യുവാനിടയായി. എന്നാൽ എപ്പോഴും അമാനുഷികപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഈ ഭൂമിയെ മനുഷ്യന്റെ കരങ്ങളിൽ ഒപ്പുകൊടുത്തിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഭൂമി മനുഷ്യന്റെ അധീനതയിൽ ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവൻ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുവനെങ്കിൽ അത് മനുഷ്യന്റെ സമ്മതത്തോടുകൂടിയും മനുഷ്യന്റെ സഹകരണത്തോടുകൂടിയും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിന് തന്നെ അനുസരിക്കുന്ന അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നവരെ ആവശ്യമുണ്ട്. പലപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ അനുസരിക്കുന്ന അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നവർ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയത് കൊണ്ടോ ദൈവത്തിന്റെ ഭുജത്തിന്റെ ബലം കുറഞ്ഞു പോയത് കൊണ്ടോ ഒന്നുമല്ല.
പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ അനുസരിക്കാതെ ഇരുന്ന പല സ്ഥലങ്ങളിലും മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളെ കൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. അത് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ ദൈവത്തിന് അതല്ല താല്പര്യം. ദൈവത്തിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ സകല പ്രവൃത്തികളും അവനിൽ വിശ്വസിക്കുന്ന അവന്റെ മക്കളിൽ കൂടെ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ നാം പലപ്പോഴും അതിന് തയ്യാറാകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അല്പവിശ്വാസം ഉണ്ടാകുമ്പോൾ ദൈവം മറ്റു മുഖാന്തരങ്ങളെ നാടുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ നാം നമ്മുടെ അല്പവിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ ഞെരുക്കം കൊണ്ട് ദൈവത്തിന്റെ വലിയ ശക്തിയെ ലിമിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാധ്യമാക്കുന്ന പ്രവൃത്തിയെ അസാധ്യമാക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, കർത്താവ് ബിലെയാമിന് വേണ്ടി കഴുതയെ ഉപയോഗിച്ചു. ശ്രദ്ധിക്കണേ നിങ്ങൾ, ബിലെയാമിന്റെ അല്പവിശ്വാസം അല്ലെങ്കിൽ ബിലെയാമിന്റെ കുറുകിയ മനോഭാവമാണ് ദൈവത്തിന് കഴുതയെ ഉപയോഗിക്കേണ്ടി വന്നത്. അവിശ്വാസം അല്ലെങ്കിൽ കുറഞ്ഞ വിശ്വാസം അല്ലെങ്കിൽ ഇടുങ്ങിയ മനസ്സ് എന്നൊക്കെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. വേറെ അടുത്ത് നമ്മൾ കാണുന്നുണ്ട്, ഏലിയാവിന് വേണ്ടി ദൈവം കാക്കയെ ഉപയോഗിക്കുന്നത് കാണുന്നു. പിന്നെയും നമ്മുടെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, അതിൽ യോനായ്ക്ക് വേണ്ടി ദൈവം പുഴുവിനെ ഉപയോഗിക്കുന്നു, വലിയ മീനിനെ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കണമേ, കർത്താവ് അതൊന്നും അവരിൽ കൂടെ ചെയ്യുവാനല്ല ആഗ്രഹിച്ചത്, തന്നെ അനുസരിക്കുന്നവരിൽ കൂടെ, തന്നിൽ വിശ്വസിക്കുന്നവരിൽ കൂടെ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം ഇന്നും വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതെല്ലാം ചെയ്യുവാൻ നാം നിരസിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം അവിശ്വാസം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുറുകിയ മനസ്സു നാം പ്രദർശിപ്പിക്കുമ്പോഴാണ് ദൈവം വേറെ മുഖാന്തരങ്ങളെ അല്ലെങ്കിൽ മീഡിയകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 37-ാമത്തെ വാക്യം, അവൻ സകലവും നന്നായി ചെയ്തു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാൻ, ദൈവമാണെന്ന് തെളിയിക്കുവാൻ സകല കാര്യങ്ങളും വളരെ മനോഹരമായി അവൻ ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് ജനം അത്യന്തം വിശ്വസിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. എന്നാൽ അതേ യേശു ക്രിസ്തുവിനെ, ഈ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അത്ഭുത പ്രവർത്തികൾ, തന്റെ സർവശക്തി പ്രദർശിപ്പിക്കുവാൻ കഴിയാത്ത ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ശ്രമിക്കട്ടെ. അതിന് അവിടെ നമ്മൾ വായിക്കുന്നത് 3 സ്ഥലങ്ങൾ, 3 പ്രത്യേക സ്ഥലങ്ങളെ കുറിച്ച് പ്രത്യേകം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ബെത്സൈദ എന്ന് പറയുന്നതായ സ്ഥലവുമായിട്ട് അടുത്ത് ചുറ്റിക്കിടക്കുന്നതായ 2 പ്രദേശങ്ങളെ കൂടെ ചേർത്ത് യേശു അവിടെ പറയുക. അവിടെ എഴുതിയിരിക്കുന്നതാണ്, പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടുകയാൽ അവയെ ശാസിച്ചു തുടങ്ങി.
21 മുതൽ വായിച്ചിട്ട് 21, 22, 23 വരെ വായിച്ചാൽ. അവിടെ ശ്രദ്ധിക്കണമേ, 23-ാമത്തെ വാക്യത്തിൽ ഒരു സ്ഥലം പറയുന്നുണ്ട്, കഫർനഹൂം. 21-ൽ കോറശീനെ ബേത്സയിദ. 3 സ്ഥലങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു താനായിരുന്ന ആ ഇസ്രയേൽ ദേശം മുഴുവൻ, പാലസ്തീൻ ഉള്ളതായിരിക്കുന്ന സ്ഥലങ്ങള്, പാലസ്തീനെ ഔട്ടർ ഏരിയകളിലൊക്കെയും കർത്താവ് എവിടെയെല്ലാം കടന്നു എന്നും അവിടെയെല്ലാം തന്റെ സർവശക്തി പ്രദർശിപ്പിക്കാനിടയായി താൻ ദൈവമാണെന്ന് തെളിയിച്ചിരുന്നു. അമാനുഷികപരമായിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് അവിടെ ചെയ്തു നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു 3 സ്ഥലം പ്രത്യേകം പറഞ്ഞിട്ട് വേദപുസ്തകം വായിക്കുന്ന ഇങ്ങനെയാണ്, നമ്മള് യേശു അവരെ ശാസിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ഭൂതത്തെ ശാസിച്ചു എന്ന് പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അദൃശ്യ ശക്തികളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ ശാസിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ 3 അത് വിട്ടിട്ട് യേശു ശാസിച്ചത് വേറൊരു വിഷയമാണ്. എന്താണെന്ന് അറിയാവോ? 3 സ്ഥലങ്ങളെ, 3 പ്രദേശങ്ങളെ ദൈവം ശാസിക്കാനിടയായി. അവിടെയുള്ള ജനങ്ങളെ ദൈവം ശാസിക്കാനിടയായി. ഒന്ന് കോറസീൻ, ബെത്സയിദ, കഫർനഹൂം എന്ന് പറയുന്നതായ 3 സ്ഥലങ്ങളെ ശാസിച്ചു എന്നാണ് ദൈവം നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. എന്താണ് ക്രിസ്തു അവിടെ അതുകൊണ്ട് അവരെ ശാസിച്ചതിന് കാരണം? എന്തുകൊണ്ടാണ് താൻ അവിടെ പ്രവർത്തികൾ ചെയ്യാഞ്ഞത് കാരണം? തിരുവനന്തപുരം നമ്മൾ വായിക്കുന്നുണ്ട്, ബെത്സയിദയിൽ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രവിശ്യയായിരിക്കുന്ന കോരശീൻ, കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ യേശു വീര്യപ്രവർത്തികൾ ചെയ്തില്ല എന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു. എന്തുകൊണ്ടാണ് സർവശക്തനായിരുന്നിട്ടും കർത്താവ് അത്ഭുതം ചെയ്തില്ല? ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നോ? തീർച്ചയായിട്ടും കഴിയും. അവന്റെ ശക്തിയെ നമ്മൾ കുറച്ച് കാണരുത്. ഹല്ലേലൂയ. നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അനുസരിക്കുന്നവരെ വെച്ച് ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. എന്നാൽ ഞാൻ പ്രാരംഭത്തിലെ പറഞ്ഞതുപോലെ ഭൂമിയെയും അതിന്റെ പൂർണ്ണ അധികാരവും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് കൊണ്ട് ഭൂമിയിലുള്ള സകലതും എന്തു ചെയ്യണമെന്നാലും അത് നമ്മളിൽ കൂടെ, നമ്മുടെ പെർമിഷനിൽ കൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഹല്ലേലൂയ. അതിനാവശ്യം നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, നമ്മുടെ വിശാലമായ അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് അനുസരിച്ചുള്ളതായ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. നമുക്ക് പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം. ഞങ്ങളുടെ ഉള്ളിൽ ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത്. ശ്രദ്ധിക്കണമേ, യേശുക്രിസ്തു, നമ്മള് മത്തായി സുവിശേഷത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു വലിയ പ്രവർത്തികളെല്ലാം ചെയ്ത സ്ഥലങ്ങളായിരിക്കുന്ന കഫർനഹൂമിനെയും ബെത്സയിദയെയും യേശു ശാസിച്ചു എന്നാണ് പറയുന്നത്. ഇനി സുവിശേഷം നമ്മൾ വായിക്കുന്ന ഏറ്റവും വളരെ വിചിത്രമായ ഒരു അത്ഭുതമുണ്ട്.
ഒരിക്കൽ യേശു ക്രിസ്തു ബെത്സൈദയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവിടെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ചെയ്തത് എന്താണെന്നറിയാവോ? അവനെ ഊരിൽ നിന്നും പുറത്തു കൊണ്ടുപോയി. ബെത്സൈദ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും അവനെ വെളിയിൽ കൊണ്ടുപോയി, ഗ്രാമത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി. കാരണം യേശു ബെത്സൈദയിൽ അത് ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെത്സൈദയിലുള്ളതായിരിക്കും ജനങ്ങളുടെ ഹൃദയങ്ങൾ ഇടുക്കമുള്ളതായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം അവര് ഭൂമിയിലുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിപരമായിരിക്കുന്ന ചിന്താമണ്ഡലങ്ങളിൽ നിറഞ്ഞിരിക്കുന്നവരായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് അവന്റെ കണ്ണിലെ തൊട്ട് സൗഖ്യമാണ്. അവനോട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. യേശു ക്രിസ്തു 2 പ്രാവശ്യം ഒരുത്തനെ സൗഖ്യമാക്കിയത് വേദപുസ്തകത്തിൽ ആകെപ്പാടെ പറഞ്ഞിട്ടുള്ള ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. നോക്കണേ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇടുക്കം നിമിത്തം ദൈവത്തിന്റെ പ്രവൃത്തിയെ എത്രത്തോളം ലിമിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം അവന്റെ കണ്ണിനെ സൗഖ്യമാക്കി. അവനോട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ അത് മരങ്ങൾ ചലിക്കുന്നത് പോലെ ഞാൻ അവരെ കാണുന്നു. വചനം പറയുന്നത്, വീണ്ടും കർത്താവിന്റെ കണ്ണിൽ കരം വെച്ചു. അപ്പോഴവൻ പൂർണ്ണമായും കണ്ടു. ഈ പ്രവൃത്തി യേശു ക്രിസ്തു ചെയ്തത് ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. 2 പ്രാവശ്യം സൗഖ്യമാക്കേണ്ടതിന് തന്റെ ശക്തി യേശു പ്രദർശിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ബെത്സൈദ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്നും കർത്താവിനെ വെളിയിൽ കൊണ്ടുപോയെന്ന് വായിക്കുന്നു. എന്തോരം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അതിന് ചുറ്റുമുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് ചെയ്തു. എങ്കിലും അതിനെ വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം എന്ന് പറയുന്ന ഇടുങ്ങിയിരിക്കുന്ന അല്പവിശ്വാസമുള്ള, വിശ്വാസം ഇല്ലാത്ത ഒരു ജനം. ഇന്നും ദൈവത്തിന്റെ വലിയ, നമ്മൾ പറയാറുണ്ട്, ആദ്യ നാട്ടിലുള്ളൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളൊന്നും അത്ഭുതങ്ങളൊന്നും കർത്താവിന് അത്ഭുതം ചെയ്യുന്നില്ലെന്ന് പറയുന്നു. അതിന് കാരണക്കാര് ഈ ഇടുങ്ങിയ മനോഭാവമുള്ള ദൈവമക്കളാണ്. ശ്രദ്ധിക്കണേ, യേശു അവനെ ആദ്യം കൊണ്ടുപോയി കരം വെച്ചു. യേശു ഒരിടത്തെങ്കിലും ചെന്നിട്ട് ഒരു വ്യക്തിയെ 2 പ്രാവശ്യം സൗഖ്യമാക്കി വീണ്ടും വീണ്ടും അവന്റെ മേൽ കരം വെച്ചു, പ്രാർത്ഥിച്ചു, അല്ലെ അശുദ്ധാത്മാവിനെ ശാസിച്ചു എന്ന് തിരുവനന്തപുരത്ത് ഒരിടത്ത് പോലും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. എന്നാൽ ബെത്സൈദയിലെ കുരുടനെ മാത്രമേ യേശു 2 പ്രാവശ്യം സൗഖ്യമാക്കാൻ ചെയ്തുള്ളൂ. കാരണം അത്രത്തോളം അവിശ്വാസം കൊണ്ട്, ഇടുങ്ങിയ ഹൃദയം കൊണ്ട് ആ ദേശത്തെ ജനത്തിന്റെ ഹൃദയം അതിൽ ഇരുണ്ടുപോയിരുന്നു. സാക്ഷി കേട്ടപ്പോഴാണ് യേശു ശാസിച്ചത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. മത്തായിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, തന്റെ വീര്യപ്രവൃത്തികൾ ചുറ്റും നടന്ന സ്ഥലങ്ങളിൽ ഉള്ളതായിരിക്കുന്ന പട്ടണങ്ങളെ കർത്താവ് ശാസിച്ചു. ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തിട്ടും, ഇത്രയും ദൈവം സർവശക്തനാണെന്ന് തെളിയിച്ചിട്ടും അതിനെ ഗ്രഹിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം തങ്ങളുടേതായ ഇടുക്കമുള്ള മനസ്സിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. പരിശുദ്ധാത്മാവിന്റെ ഹൃദയം ദുഃഖിക്കുന്നു, യേശുവിന്റെ ഹൃദയം ദുഃഖിക്കുന്നു. ഹല്ലേലൂയ. നമ്മിൽ കൂടെ, വിശ്വസിക്കുന്നവരിൽ കൂടെ താൻ സർവശക്തനാണെന്ന് തെളിയിക്കുവാൻ യഹോവയുടെ കണ്ണ്, ഹല്ലേലൂയ, ഭൂമിയെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നു.
തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ യഹോവയുടെ കണ്ണ് ഭൂമിയെങ്ങും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഹല്ലേലൂയ അവനിൽ ഏകാഗ്രചിത്തരായി അവനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണമായി അവനിൽ സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണമായ ഒരു മനസ്സ് ദൈവജനമെന്ന് പറയുന്ന ആ സമൂഹത്തിന് ഇല്ലാതെ പോയതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാതിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വാണിംഗ് തരികയാണ്. നിങ്ങൾ മടങ്ങി വരണം, ദൈവിക വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. ഈ പിന്മാരിയുടെ കാലങ്ങളിൽ, ഈ ഭൂമിയുടെ അന്ത്യകാലങ്ങളിൽ ദൈവം സർവശക്തനാണെന്ന് തെളിയിക്കുവാൻ തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന ചിലരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ നടന്നതിനേക്കാളും, നമ്മൾ വായിച്ചു കേട്ടതിനേക്കാളും, നമ്മൾ കണ്ട് മനസ്സിലാക്കിയതിനേക്കാളും 1000 മടങ്ങ് അത്ഭുതങ്ങൾ ദൈവം ഈ അവസാന നാളുകളിൽ ചെയ്യും. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നതല്ല, ഞാൻ പോവുകയാണെങ്കിൽ ഹല്ലേലൂയ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ ഞാൻ പോകുന്നത് കൊണ്ട് അവൻ അതിൽ വലുതും ചെയ്യും. ഈ അവിശ്വാസത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് പകൽക്കാലം എനിക്ക് ദൈവാത്മാവ് പ്രബോധിപ്പിച്ചു തന്നത്, പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 6:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അല്ലെ, ഞങ്ങളുടെ ഉള്ളിലല്ല ആ ഇടുക്കമുള്ളത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഇടുക്കമായിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ പറയുകയാണ്, വായ് വിശാലമായിരിക്കുന്നു. 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ വായ് വിശാലമായിരിക്കുന്നു, വലിയ കാര്യങ്ങൾ പറയുന്നു, വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നു, വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷെ നിങ്ങളുടെ ഹൃദയം എന്തല്ല, അതിനനുസരിച്ച് വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഇത് 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞ് ദൈവം എനിക്ക് തന്ന ചിന്ത ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ ഇടുക്കം എന്ന് പറയുന്നതിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം 2 രീതിയിലാണ് ഇടുക്കം കാണുന്നത്. ഒന്ന്, ദാരിദ്ര്യം കാണിക്കുക, അത് വലിയൊരു ഇടുക്കമാണ്. ഇടുക്കമായ മനസ്സിന്റെ ഒരു 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 റിഫ്ലക്ഷൻ ആണ് ദാരിദ്ര്യം. ഉണ്ടെങ്കിലും ഇല്ല എന്ന് കാണിക്കുക, അല്ലെങ്കിൽ ഉള്ളതിനെ വളരെ ചുരുക്കി കാണിക്കുക, അല്ലെങ്കിൽ ചുരുക്കി അനുഭവിക്കുക. രണ്ടാമത്തെ കാര്യം ധൂർത്ത് കാണിക്കുക, ഇല്ലെങ്കിലും കടം മേടിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ തന്റെ പൊസിഷൻ നിലനിർത്താൻ വേണ്ടി അനാവശ്യമായി പണം ചെലവഴിക്കുക. ഇതൊക്കെ ഒരു ഇടുങ്ങിയ മനസ്സിന്റെ, അല്ലെങ്കിൽ അവിശ്വാസമുള്ള ഒരു മനസ്സിന്റെ പ്രതിഫലനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടും. ഈ 2 കാരണങ്ങൾ കൊണ്ട് ദൈവമക്കളുടെ ഈ 2 പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന്റെ നാമം ദേശത്ത് ദുഷിക്കപ്പെടും. കർത്താവ് പറയുകയാണ്, ഇവിടേക്ക് നമ്മൾ മടങ്ങി വരണം. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ദാരിദ്ര്യം കാണിക്കുക,
ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം കാണിക്കുക, ദാരിദ്ര്യം പറയുക, ദാരിദ്ര്യം പ്രദർശിപ്പിക്കുക. ഇത് ഒരു അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവരെ ബ്ലെയിം ചെയ്യുകയല്ല, ആ സമയത്ത് അവരുടെ ആ ദൈവിക പരിജ്ഞാനം അല്ലെ അവരുടെ വിശ്വാസം അതുപോലെ ആയിരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ, വെള്ളി ശനി ഞായർ അവധിയാണ്. അതിന് സീനിയർ ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ തേർഡ് ഇയർ, ഫസ്റ്റ് സെക്കൻഡ് വിട്ടിട്ട് തേർഡ് ഇയർ ഫോർത്ത് ഇയർ പഠിക്കുന്നവർക്ക് അവർക്ക് താല്പര്യമുള്ളതായ സഭകളിൽ ശുശ്രൂഷിക്കുവാൻ പോകാം. അങ്ങനെ ഒരു പെർമിഷൻ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ സമയം ലഭിക്കുമ്പോൾ ഞങ്ങൾ പല സഭകളിലും പോയി ശുശ്രൂഷിക്കാറുണ്ട്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ചില സഹോദരന്മാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിലൊക്കെ അവർ നല്ല വസ്ത്രങ്ങൾ ഇടും, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഇടും, അവർക്ക് ഉണ്ട്, ഇല്ലായ്മയല്ല. എന്നാൽ ആ സഭകളിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന അന്നത്തെ ദിവസം കഴിവതും ഏറ്റവും കീറിയത് അല്ലെങ്കിൽ എവിടെങ്കിലും തുന്നൽ വിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവർ പോകാറുണ്ട്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഞാൻ ദരിദ്രനാണെന്ന് കാണിക്കണം, ചെല്ലുന്ന സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്നവൻ ദരിദ്രനാണെന്ന് കാണിക്കണം, എന്നാലേ സ്തോത്രകാഴ്ച കിട്ടത്തുള്ളൂ. സ്തോത്രകാഴ്ച കിട്ടും, എന്നാൽ ഇച്ചിരി കൂടുതൽ സ്തോത്രകാഴ്ച കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് മറ്റുള്ളവരെ ഫിനാൻഷ്യലി സഹായിക്കണമെങ്കിൽ അവരുടെ മുമ്പിൽ ഈ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് ഈ ദാരിദ്ര്യം കാണിച്ചു ചെന്നാലേ ലഭിക്കത്തുള്ളൂ. എനിക്ക് മഹാദേഷ്യമുള്ള ഒരു കാര്യം പറഞ്ഞു, പലപ്പോഴും അവരോട് സഹോദരന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് ചെയ്യരുത്, നമ്മൾ അത് ദൈവത്തെ നാറ്റിക്കുന്ന അല്ലെങ്കിൽ നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ്. അവരുടെ കൂട്ടത്തിൽ ശരിക്കും ദരിദ്രനായ വ്യക്തി ഞാനായിരുന്നു. എനിക്ക് പഠിക്കാൻ പോലും, ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഫീസ് അടയ്ക്കാൻ പോലും നിവർത്തിയില്ലാതെ ഇരുന്ന് എന്നെ ഒരു ദൈവദാസൻ സഹായിച്ചാണ് ഞാൻ അവിടെ പഠിച്ചത്. ഇവൻ ദോ ഞങ്ങളുടെ അസൈൻമെന്റുകൾ എഴുതാൻ പോലും പേപ്പർ വാങ്ങിക്കാൻ പൈസ ഇല്ലായിരുന്നു. പലരും തന്ന് സഹായിച്ചാണ് ഞാൻ അവിടെ പഠിച്ചത്. എന്നാൽ ഞാൻ ശുശ്രൂഷകൾക്ക് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് ഏറ്റവും ടിപ് ടോപ്പ് ആയിട്ട് ഞാൻ പോകുന്നു. അതുകൊണ്ട് എനിക്ക് സ്തോത്രകാഴ്ച ചിലപ്പോൾ കുറഞ്ഞേ കിട്ടത്തുള്ളൂ. ഞാനതേക്കുറിച്ച് ഭാരപ്പെട്ടിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ വിളിച്ചു വന്ന ഒരു ശുശ്രൂഷയല്ല ഇത്, ദൈവം എന്നെ വിളിച്ചു കൊണ്ടുവന്ന ശുശ്രൂഷയാണ്. അവൻ വിളിച്ചത് കൊണ്ട് അവൻ നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നോക്കിക്കൊള്ളും. പല വലിയ ആവശ്യങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എല്ലാം പലപ്പോഴും ഹൃദയത്തിൽ ശത്രു കൊണ്ടുവന്നിടാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, യഹോവ ഈരെ, ദൈവം കാത്തുകൊള്ളും, ദൈവം യേശു ക്രിസ്തു കൈവിടുകയില്ല, അവൻ ലജ്ജിപ്പിക്കുകയില്ല എന്ന് ഞാൻ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാവോ, ഞാനത് പറയുമ്പോഴൊക്കെയും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ ഞാൻ അനുഭവിക്കാറുണ്ട്.
പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിൽ കൂടെ, പ്രതീക്ഷിക്കാത്ത മീഡിയകളിൽ കൂടെ ദൈവം അനേക അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാറ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പോലും പറയാറുണ്ട്, വീട്ടിൽ നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ പോലും പഴയതാണെങ്കിലും അത് കീറിപ്പോയാൽ കീറിയിട്ട് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ ആരും വരുന്നില്ല, നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ദാരിദ്ര്യത്തെ നമ്മൾ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കമായ മനസ്സിനെ നമ്മൾ പ്രദർശിപ്പിക്കുക. ഇത് പറഞ്ഞപ്പോഴെന്റെ ഹൃദയത്തിൽ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. എന്റെ പാസ്റ്റർ ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന വഴി നടത്തി ഞങ്ങളുടെ ദേവദാസൻ, അതായത് ഏകദേശം 35 വർഷത്തിന് മുമ്പാണ് ഞങ്ങളുടെ ആ ഏരിയയിൽ വന്ന് ശുശ്രൂഷ തുടങ്ങിയത്. അദ്ദേഹം ശുശ്രൂഷ തുടങ്ങിയ സമയങ്ങളിൽ വളരെ ഫിനാൻഷ്യലായിട്ട് യാഥാർത്ഥ്യമായിട്ടും ദാരിദ്ര്യത്തിലിരുന്ന് ചില കുടുംബങ്ങൾ സഭയിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോഴേ അദ്ദേഹം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ അദ്ദേഹം പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരി ഈ പമ്പ് ചെയ്യുന്ന സ്റ്റൗ ഉപയോഗിച്ചാണ് അവർ ആഹാരം വെച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് പമ്പ് ചെയ്ത് ചായയൊക്കെ ഇട്ടുകൊണ്ട് വരും. ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞാൻ കർത്താവിന്റെ ദാസന്റെ കൂടെയൊക്കെ പോകാറുണ്ട് വീടുകളിൽ വിസിറ്റിങ്ങിന്. അപ്പൊ ഞങ്ങൾക്ക് ചായ കൊണ്ടുവരും. ആ സമയത്ത് ആ ചായക്കകത്ത് ഈ പമ്പ് ചെയ്ത സ്റ്റൗവിന്റെ പുകയെല്ലാം കൂടെ കയറിയിട്ട് മണ്ണെണ്ണ ചുവയ്ക്കും. പാസ്റ്റർ എപ്പോഴും അവരോട് പറയും, സിസ്റ്റർ ഈ സ്റ്റൗ എടുത്ത് നിങ്ങൾ എന്നിട്ട് വേറൊരു സ്റ്റൗ വാങ്ങി. പക്ഷെ പുള്ളിക്കാരി ഇതങ്ങോട്ട് വിടാൻ കഴിയും. ഇത് കളഞ്ഞ പിന്നെ വേറെ ഇല്ല, വാങ്ങിക്കാനില്ല അവരുടെ കയ്യിൽ. പലപ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോൾ, എന്നും പാസ്റ്റർ, ഞാൻ ചെല്ലുമ്പോഴെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും പാസ്റ്റർ അത് പറയും, ഈ സ്റ്റൗ എടുത്ത് കള സിസ്റ്റർ. അത് കരിഞ്ഞ സ്റ്റൗവ്, അതിന്റെ പമ്പ് ചെയ്യുന്ന ടാങ്ക് എല്ലാം പോയിട്ട് അവരതിനകത്ത് പപ്പടവും എന്താ പറയുന്ന പഴംതുണിയും കൂടെ മിക്സ് ചെയ്ത് കയറ്റി ആ ടാങ്ക് ഒക്കെ അടച്ചു വെച്ചിരിക്കുക, കാരണം ഗ്യാസ് വെളി വരാതിരിക്കാൻ. അതുപോലെ ദ്രവിച്ചു പോയ ഒരു സ്റ്റൗവ്. എന്നും പാസ്റ്റർ പറയും, ഇവര് ജന്മം ചെയ്ത സ്റ്റൗ കളയത്തില്ല. ഒരിക്കൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ചായ ഇട്ടുകൊണ്ട് വന്നു. പാസ്റ്റർ ചായ കുടിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി ചെന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ കണ്ട ആ സ്റ്റൗ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയി ഒറ്റ ഏറങ്ങി. അത് പൊട്ടി 4 തെറിച്ചു. ഇനി അവരെത്ര പൈസ ചെലവഴിച്ചാലും ആ സ്റ്റൗ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അയ്യോ, പുള്ളിക്കാരി ആകെപ്പാടെ അയ്യോ കരഞ്ഞു പുള്ളിക്കാരി. പാസ്റ്ററും ഒന്നും പറഞ്ഞില്ല. പാസ്റ്റർ ഇത് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുള്ളിക്ക് പോന്നു. ഞങ്ങളെങ്കിൽ പോന്നു. ഞാനും അദ്ദേഹത്തോട് ഒന്നും ചോദിച്ചില്ല, കാരണം അന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. വിശ്വാസത്തിലാണ്, എന്നാൽ ശുശ്രൂഷകൾക്കൊന്നും ആയിട്ടില്ല. ഒരു സാധാരണ വിശ്വാസിയാണ്. അതിന്റെ അടുത്ത ആഴ്ച, അതായത് ഞങ്ങൾ ചെന്നത് വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. അതിന്റെ അടുത്ത ഞായറാഴ്ച ചർച്ച് ആരാധനയ്ക്ക് എല്ലാവരും കടന്നു വന്നു. ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ ആ ചർച്ചയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ എല്ലാവർക്കും എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കത്തില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്ക് മുഴുവൻ ഞാൻ ബലഹീനനായിരുന്നു, രോഗിയായിരുന്നു, ബെഡിലായിരുന്നു, കർത്താവിന് സ്തോത്രം എന്ന് പറയുന്ന സാക്ഷി അവിടെ പറയിപ്പിക്കത്തില്ല. നിങ്ങൾ രോഗിയായിരുന്നതിന് വേണ്ടി കർത്താവിന് സ്തോത്രം പറയുന്നതും, നിങ്ങൾ ദരിദ്രരായി തീർന്നതിന് വേണ്ടി കർത്താവിന് സ്തോത്രം പറയുന്നതും ആ ദൈവദാസൻ പറയാൻ അനുവദിക്കത്തില്ല.
അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയണമെങ്കിൽ നേരത്തെ വന്ന് പെർമിഷൻ മേടിക്കണം. എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വൺ ലൈൻ, ഒരു ബ്രീഫ് പാസ്റ്റർക്ക് കൊടുക്കണം. ആ സഹോദരിക്ക് സാക്ഷ്യം പറയാനുള്ള സമയം കൊടുത്തു കർത്താവിന്റെ ദാസൻ. പലരും സാക്ഷ്യം പറഞ്ഞു എഴുന്നതിന് ശേഷം പലരും പറഞ്ഞു, അതിനുശേഷം അവർക്കും അവരുടെ ടൈമായി അവര് സാക്ഷ്യം പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞ ഇങ്ങനെയാണ്, അനേക വർഷങ്ങളായിട്ട് ഞാൻ ഈ സ്റ്റൗ ഉപയോഗിക്കുമായിരുന്നു. പലപ്പോഴും പൊട്ടിപ്പോയി, അതിന്റെ ടാങ്ക് കീറിപ്പോയി, എല്ലാം ഞാനിങ്ങനെ ഒട്ടിച്ചു വെച്ചും എല്ലാം വെൽഡൊന്നും ചെയ്യാനൊക്കത്തില്ല, കാരണം തകരവാ, അത് വെൽഡ് ചെയ്യാനൊക്കത്തില്ല. പല രീതികളിൽ പല കാര്യങ്ങൾ വെച്ച് ഒട്ടിച്ച് പശയൊക്കെ വെച്ച് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഇത് പോയാൽ എനിക്ക് വേറെ ഒന്നും കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു വിചാരമായിരുന്നു എന്റെ ഹൃദയത്തിൽ. എന്നാൽ കർത്താവിന്റെ ദാസം വന്ന് അത് എടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. എനിക്ക് വലിയ ഭാരം തോന്നി. അതിന് ഞാൻ കരഞ്ഞു. അയ്യോ, ഞാൻ എന്നാ ചെയ്യുമെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? വൈകുന്നേരം എന്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു നല്ല ഗ്യാസ് സ്റ്റവ്, പുതിയ ഗ്യാസ് സ്റ്റവ്, 2 ബർണറുള്ള പുതിയ ഗ്യാസ് സ്റ്റവും ഗ്യാസും മേടിച്ചോണ്ട് വന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ചെയ്യാൻ ഇടയായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ. നമ്മുടെ ദാരിദ്ര്യത്തെ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നാണ് നമ്മൾ ദാരിദ്ര്യം എടുത്തു കളയേണ്ടത്. നമ്മുടെ ഇടുക്കുള്ള മനസ്സ്, കുറുങ്ങിയ മനസ്സ്, ആ ചെറിയ മനസ്സിനെ നമ്മൾ എടുത്തു കളയണം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന വിശാലമായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചന്ദ്രരോഗം പിടിച്ച് തീയിലും വെള്ളത്തിലും ഒക്കെ വീഴിക്കുന്നതായ ഒരു ഭൂതം പിടിച്ച ഒരു കൊച്ചനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് അതിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ആ പിതാവ് ചോദിക്കുകയാണ്, നിന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ അത് ചെയ്തു തരണമെന്ന്. അവനൊരു കർത്താവ് പറയുകയാണ്, നിന്നെ കൊണ്ട് കഴിയുമെന്നാണോ നീ ചോദിക്കുന്നത്? വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യമാവും. ഹല്ലേലൂയ. എന്നിട്ട് അത് പറഞ്ഞപ്പോൾ ആ പിതാവ് യേശുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യോ കർത്താവേ, എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണ്, ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ ഈ ഇടുങ്ങിയ മനസ്സിനെ മാറ്റണമേ. അങ്ങേക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വിശാലമായ ഹൃദയത്തെ എനിക്ക് തരണമേ. അല്ലെങ്കിൽ അങ്ങ് സർവശക്തനാണെന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു വിശ്വാസത്തെ എന്നിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം അത് ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തിട്ട് നമുക്ക് സമയമില്ലാത്തത് പെട്ടെന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാൻ എനിക്കുണ്ട്, എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മുടെ ഇടുക്കമുള്ള ഹൃദയം, 2 കാര്യമുണ്ട്. ഒന്ന്, ദാരിദ്ര്യം കാണിക്കുന്നത് ഇടുക്കമുള്ള ഹൃദയത്തിന്റെ ഒരു വലിയ റിഫ്ലക്ഷൻ ആണ്. രണ്ടാമത്തേത്, ധൂർത്ത്, അനാവശ്യമായി വാരി ചെലവഴിക്കുക. നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഒന്ന് ദൈവവേലയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ദരിദ്രരെ സഹായിക്കണം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ, ഞങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്, ഇവിടെ ഉള്ളതായിരിക്കുന്ന ഒരു സർക്കാർ ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലിലെ NS ആയിട്ട്, അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നതായ ഒരു സ്ത്രീ. ദൈവ മക്കളാണ്. ആ സഹോദരിയുടെ മകളുടെ വിവാഹം നടന്നു.
നിങ്ങൾക്ക് അറിയാമോ, ആഹാരത്തിന് മാത്രം 10 ലക്ഷം രൂപയാണ് അവർ ചെലവാക്കിയത്. ഇപ്പോഴല്ല, 5-6 വർഷത്തിന് മുമ്പത്തെ കാര്യമാണ്. ഒന്നും രണ്ടുമല്ല, 10 ലക്ഷം രൂപ ആഹാരത്തിന് വേണ്ടി, ബൊഫറ്റ് സെറ്റിന് വേണ്ടി തയ്യാറാണ്. അതിൽ അവർ ആഹാരം കഴിച്ചവർ കൂടിപ്പോയാൽ 1000 പേര് കാണും. കാരണം അവിടുത്തെ NS ആയിരുന്നത് കൊണ്ട് അവർക്കറിയാവുന്ന ഡോക്ടേഴ്സ്, നഴ്സിംഗ്, മറ്റുള്ളതായിരിക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാവരെയും അവർ വിളിച്ചു. 1000 പേര് മാക്സിമം വന്ന് കാണും. സൗത്ത് ഇന്ത്യൻ ബൊഫെ, നോർത്ത് ഇന്ത്യൻ ഡിഷസ്, ഈസ്റ്റ് ഇന്ത്യൻ ഡിഷസ്, വെസ്റ്റ് ഇന്ത്യൻ ഡിഷസ്, യൂറോപ്യൻ കുഷ്യൻ, എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന ആഹാരങ്ങൾ. അവസാനം ആരും ഇതൊന്നും കഴിക്കത്തില്ല. ഈ 10 ലക്ഷം രൂപ വെറുതെ ആഹാരത്തിന് വേണ്ടി ചെലവാക്കി. പാവപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ വിവാഹം കഴിച്ചു കൊടുക്കുവാൻ അതിൽ നിന്നും ഒരു 10% എടുത്തിരുന്നെങ്കിൽ എത്രയോ പേരുടെ വിവാഹം നടത്താൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ആ വിവാഹം കഴിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ക്യാഷായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹമായിരുന്നു. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഈ ഗമണ്ട് കാണിക്കുക. അത് വലിയൊരു ഇടുക്കമുള്ള മനസ്സിന്റെ ഒരു സ്വഭാവം. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം എന്നെ ഒരു ദൈവദാസൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാട്ടിലാണ്. ഇവിടെ മനസ്സിൽ വലിയൊരു ഭാരം. എന്നോട് പറഞ്ഞിരുന്നു, മകന് വേണ്ടി ഇങ്ങനെ ഒരു വിവാഹത്തിന്റെ കാര്യം ക്രമീകരിക്കണം, ഭാഷ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതികളിലൊക്കെ സഹായിച്ചു. അതിൽ നിന്നും സെലക്ട് ചെയ്ത ഒരു കുടുംബത്തിനാണ് അവര് വിവാഹ കാര്യത്തിന് വേണ്ടി ക്രമീകരിക്കാൻ പോയിരിക്കുന്നത്. അതിന് അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ദുഃഖം എനിക്ക് മനസ്സിലാക്കാനിടയായി. കേരളത്തിലാണ് പോയിരിക്കുന്നത്. ഇപ്പൊ അവർ ക്വാറന്റൈനിലാണ്. ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ് അവർക്ക് അതിൽ വെളിവരാനൊക്കത്തുള്ളൂ. അതിനുശേഷം വേണം എൻഗേജ്മെന്റ് നടത്താൻ, പെൺകുഞ്ഞിനെ പോയി കാണാനായിട്ട്, വിവാഹം കാര്യങ്ങളെല്ലാം നടത്തണം. പക്ഷെ കേരളത്തിൽ ഇപ്പൊ ഒരു വിഷയമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അത്രയും പ്രശ്നമില്ല. കേരളത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. നോർത്ത് ഇന്ത്യയിൽ വിവാഹത്തിന് 50 പേര് 100 പേരൊക്കെ സംബന്ധിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു, കാണുന്നൊക്കെയുണ്ട്. പക്ഷെ ഇത് കേരളത്തിലായതുകൊണ്ട് 20 പേരിൽ കൂടുതൽ കല്യാണത്തിന് വരാൻ ഒക്കത്തില്ല. സ്ട്രിക്റ്റാ. ഞാൻ ആ മുഖ്യമന്ത്രിയെയും അവിടുത്തെ സംവിധാനത്തെയും അവിടുത്തെ അതിലെ ഭരണഘടനയെയും ബഹുമാനിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാരം ഇത്രയുള്ള, അദ്ദേഹം അറിയപ്പെടുന്ന, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദേവദാസനായിരിക്കുന്നത് കൊണ്ട് എല്ലാരെയും അറ്റ്ലീസ്റ്റ് ഒരു 500 പേരെങ്കിലും വിളിച്ച് തന്നെ കുഞ്ഞിന്റെ വിവാഹം നടത്തണം. കഴിവതും മാക്സിമം എല്ലാരെയും കോർഡിനേറ്റ് ചെയ്യണമെന്നുള്ള ഹൃദയത്തിൽ ഒരു ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും നടക്കത്തില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 20 പേരെ വിളിച്ച് നല്ല ആഹാരം കൊടുക്കും. നിങ്ങൾ 500 പേർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആഹാരത്തിന് വെച്ചിരുന്ന പണം എടുത്ത് വേറെ 2 കുഞ്ഞുങ്ങളെ സഹായിക്കും. ഒരു കണക്കിന് ഈ COVID-19 വന്നത് നന്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിനായി ദൂർത്ത് കാണിക്കുന്നു? നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവം അറിവുണ്ടാക്കാൻ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പണം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക. അതിലും കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, ദരിദ്രരെ സഹായിര്, ദൈവവേലയിലുള്ളവരെ സഹായിര്. നോർത്ത് ഇന്ത്യയിൽ എത്രയോ പേര് ദൈവവേല ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ പണമില്ലാതെ വണ്ണം ഭാരപ്പെടുന്നവരുണ്ട്. അവരെ സഹായിക്കുവാൻ നിങ്ങളുടെ പണം ഉപയോഗിക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകും.
നിങ്ങൾക്കറിയാവോ ഈ ദിവസങ്ങളിലെ ഹല്ലേലൂയ എത്രയോ ആൾക്കാര് ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ ദൈവദാസന്മാർ ഈ ലോക്ക്ഡൌൺ ആയതിനു ശേഷം എത്രയോ പേര് ഭാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ അവരെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. എത്രയോ പേര് ഭാരപ്പെടുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കും, അപ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ ഞെരുക്കമുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്ന റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടും. അതിന് 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ ദൈവത്തിന്റെ സർവശക്തിയെ കുറയ്ക്കുവാൻ ദൈവമക്കളായിരിക്കുന്ന നാം നമ്മുടെ ഇടുക്കമുള്ള ഹൃദയം കൊണ്ട് ഹല്ലേലൂയ അനുവദിക്കരുതെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടായിരിക്കുന്നതിനെ നിങ്ങൾ എടുത്തു കളയണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൂർത്തുണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എടുത്തു കളയണം. പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്, ആ ഇടുക്കത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം എടുത്തു കളയണം. അതിനെ എടുത്തു കളഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുവാനിടയാണ്. അവൻ ഹല്ലേലൂയ ബേത്ശേബയോടും കോരശിനോടും അല്ലെ കഫർനഹൂമിനോടും പറയുകയാണ്, ഹല്ലേലൂയ നിങ്ങളുടെ അവിശ്വാസം നിമിത്തം എന്റെ കരങ്ങളെ നിങ്ങൾ കെട്ടുകയാണ്. നമ്മുടെ ഇടുക്കമുള്ള ഹൃദയങ്ങൾ കൊണ്ട്, നമ്മുടെ അല്പവിശ്വാസം കൊണ്ട്, യേശുക്രിസ്തു ശിഷ്യന്മാരെ പോലും ശാസിച്ചത് അവിടെ അല്പവിശ്വാസം കൊണ്ടത്രേ. നമ്മുടെ ഇടുക്കമായ ഹൃദയം കൊണ്ട്, അല്പവിശ്വാസമുള്ള ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ സർവശക്തിയെ ദയവ് ചെയ്ത് കുറയ്ക്കുവാൻ നിങ്ങൾ ഇടവരുത്തരുത്. God is able. ഹല്ലേലൂയ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്, ദൈവത്താൽ സകലവും സാധ്യമാക്കുന്ന ദൈവം വരുന്ന നാളുകളിൽ ഹല്ലേലൂയ അവന്റെ സർവശക്തി പ്രദർശിപ്പിക്കുവാൻ പറ്റിയ അല്ലെ മീഡിയങ്ങളായി അല്ലെങ്കിൽ മുഖാന്തരങ്ങളായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും എടുത്ത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പകൽക്കാലം ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മളോട് ഇടപെട്ടല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ ഇടുക്കങ്ങൾ മാറ്റട്ടെ. അത് പ്രവർത്തികളിൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ഈ പുതിയ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ഹല്ലേലൂയ ദൈവീയ ഹല്ലേലൂയ വചനങ്ങളെ ധ്യാനിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ കർത്താവിനെ കാണിച്ചു കൊടുത്തതായ ആ രാത്രിയില് അവൻ അപ്പം എടുത്ത് നുറുക്കി ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഹല്ലേലൂയ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നാം കടക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ഭവനങ്ങളിൽ ഇരിക്കുന്നവര്, ഹല്ലേലൂയ നിങ്ങളെ കാണുന്നവര്, ഞാൻ നിങ്ങളോട് നേരത്തെ ഞങ്ങളുടെ വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന പ്രകാരം നിങ്ങൾക്കും ഈ തിരുവത്താഴ ശുശ്രൂഷയിലെ ഹല്ലേലൂയ ചേരുവാൻ കഴിയും. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അത്ഭുതം ചെയ്യട്ടെ. ഒരു വാക്യം വായിക്കാം.
पढ़ेंगे। पहला कुरिन्थियों 11 से परमेश्वर की वजह से मैं आपको पढ़ेंगे। पहला कुरिन्थियों 11वां अध्याय उसका 30 से लेके अब पढ़ेंगे। क्योंकि ये बात मुझे प्रभु से पहुंची और मैंने तुम्हें भी पहुंचा दी कि प्रभु यीशु ने जिस रात वो पकड़वाया गया रोटी ली और उन्हें बात करके उसे तोड़ी और कहा कि ये मेरी देह है जो तुम्हारे लिए है, मेरे स्मरण के लिए यही किया करो। इसी रीति से उन्होंने बियारी के पीछे कटोरा भी लिया और कहा ये कटोरा मेरे लहू में नई वाचा है, जब कभी पियो तो मेरे स्मरण के लिए यही किया करो। क्योंकि जब कभी तुम ये रोटी खाते और इस कटोरे में से पीते हो तो प्रभु की मृत्यु को जब तक वो ना आए प्रचार करते हो। इसलिए जो कोई अनुचित रीति से प्रभु की रोटी खाए या उसके कटोरे में से पिए वो प्रभु की देह और लहू का अपराधी ठहरेगा। इसलिए मनुष्य अपने आप को जांचे और इस रीति से इस रोटी में से खाए और इस कटोरे में से पिए। क्योंकि जो खाते पीते समय प्रभु की देह को ना पहचाने वो इस खाने और पीने से अपने ऊपर दंड लाता है। इसी कारण तुम में से बहुत हैं निर्बल और रोगी हैं और बहुत से भी रोगी हैं। यदि हम अपने आप को जांचते तो दंड ना पाते, परंतु प्रभु हमें दंड देकर हमारी ताड़ना करता है, इसलिए कि हम संसार के साथ दोषी ना ठहरे। ഹല്ലേലൂയ. आमीन। ആമേൻ. आमीन। ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ हमारी जिंदगी में कोई ഈ कमी रही है പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിക്കുന്നവര് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നവര് തങ്ങളെ തന്നെ ഒരു അല്പസമയം ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. आज सुबह के समय आपने सुनने वाला है कि हमारे कोई हो तो अपने पास समर्पण करें और अपने कमी मिट्टी रख के चरणों में माफी ഞാൻ നിങ്ങളെ നേരത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തിരുവത്താഴത്തിലേക്ക് കടന്നു വരുമ്പോൾ തലേ ദിവസം തന്നെ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്ത് കടന്നു വരുന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്നത്. എങ്കിലും ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ കർത്താവെ തിരുമേശയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഈ കർത്താവ് ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. കർത്താവെ, അപ്പത്തെയും കർത്താവെ വീഞ്ഞിനെയും അവിടുന്ന് അനുഗ്രഹിച്ചു തരുമാറാകണം. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് അങ്ങ് കർത്താവെ ഞങ്ങളോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. എന്നെ തിന്നുന്നവൻ എന്നാൽ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ഞങ്ങളോടുകൂടെ ഇതിനെ അനുഭവിപ്പാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കർത്താവെ അതിനെല്ലാം ഒരു ക്രമീകരണം ദൈവം ചെയ്തു തരുമാറാകണമെന്ന് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവന് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവനപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർപ്പെടുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് വാങ്ങി ഭക്ഷിക്കും. സ്വർഗ്ഗീയ പിതാവേ, നല്ല കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിൽ നൽകി തന്നിരിക്കുന്നതായ ഈ അപ്പത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, അങ്ങേ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അങ്ങ് ഇതിനെ അനുഗ്രഹിച്ചതുപോലെ ഇപ്പോഴും കർത്താവെ ആണിപ്പോഴാർന്ന് അവിടുത്തെ കരം തൂക്കി ഇതിനെ കർത്താവ് അനുഗ്രഹിച്ചു തരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് അനുഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ അതിനെ തിരികെ പ്രാപിക്കുന്നു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് ഇട്ട് നുറുക്കി അത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇതിൽ നിന്നും അനുഭവിക്കും. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്തരാ ഒരപ്പമെടുത്ത് ഇട്ട് നുറുക്കി അത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരമാകും. കൂടി വരുമ്പോഴൊക്കെയും ഇത്
നമുക്ക് സ്തോത്രത്തോടുകൂടി ഈ അപ്പത്തെ ഭക്ഷിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് നമുക്ക് ഈ അപ്പത്തിന്റെ പാത്രത്തെ അനുഗ്രഹിച്ചു തന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് തന്നെ ആഹാരം കഴിഞ്ഞതിന് ശേഷം പാനപാത്രം ഉയർത്തി സ്വർഗത്തിലേക്ക് എടുത്തതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തം, പുതിയ നിയമത്തിൽ എന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. സ്വർഗീയപിതാവേ, ഈ കർത്താവെ പാനപാത്രത്തെയും അപ്പത്തെ അനുഗ്രഹിച്ചതുപോലെ അവിടുത്തെ ആണിപ്പഴുതാർന്ന കരം തൂക്കി അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾ ഇതിൽ നിന്നും പാനം ചെയ്യുവാനും കർത്താവ് ഞങ്ങളുടെ ആത്മീയ ശരീരങ്ങൾക്കെല്ലാം അനുഗ്രഹമായി, ബലമായി, ശക്തിയായി, ആരോഗ്യമായി തീരുവാനും കർത്താവ് സഹായിക്കുമാറാകണമേ. അവിടുത്തെ ആണിപ്പഴുതാർന്ന കരം തൂക്കി ഇതിനെ അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കിടന്നാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. അവിടെ തന്നെ ആഹാരം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പാനപാത്രം എടുത്തു എന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന അല്ലെ പുതിയ നിയമത്തില് എന്റെ രക്തമാണ്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക. സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാനപാത്രത്തിൽ നിന്നും കുടിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പാനപാത്രത്തെയും കർത്താവ് അനുഗ്രഹിച്ചു തന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. कितना अच्छा है ये जिंदगी, डर तो बिल्कुल मुझे है नहीं, स्वर्गीय दूत मेरे चारों घिर कर खड़े सर्वदा, में अपनी जिंदगी भर में अपनी जिंदगी भर धन्यवाद करूंगा. മാറാത്തവൻ മാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്ക് മാറുകില്ല, ഒരു നാടിലും കൈവിടില്ല. ഓ മാറുകില്ല, വാക്ക് മാറുകില്ല, ഒരു നാടിലും കൈവിടില്ല. സ്വർഗപിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ ആരാധനയുടെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പാടുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ മേൽ അഭിഷേകം തന്നതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ മനസ്സാന്തരം ഉണ്ടാക്കുന്ന വലിയ ദൈവിക വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഇടുക്കങ്ങളെല്ലാം മാറട്ടെ കർത്താവ്. വിശാലമുള്ള ഹൃദയമായി, ദൈവം വസിക്കുവാൻ കഴിയുന്ന വിശാലമുള്ള ഹൃദയമായി മാറട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുക. ദൈവാടിയനെ തന്നിരിക്കുന്ന സകല അധികാരത്തോടുകൂടി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുക വഴിയേർത്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും
നമ്മോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ കഴിവതും നിങ്ങളെ ഒരുമിപ്പിച്ച് ലൈവിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വരുന്ന ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി നമുക്ക് സൂമിൽ കൂടെയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ ഐഡിയും പാസ്വേഡും അയക്കുന്നതായിരിക്കും. താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേർന്ന് ഹല്ലേലൂയ അത് പഠിക്കുവാൻ ആരാധിക്കുവാൻ കടന്നു വന്നാൽ സൂം ഐഡികളും സൂമിൻ്റെതായിരിക്കുന്ന ഇൻഫർമേഷനുകളും ഫേസ്ബുക്കിന്റെ ഇൻഫർമേഷനുകളും യൂട്യൂബിന്റെ ചാനലും ഒക്കെ നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കും. മറ്റവർക്ക് അത് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക്, ദൈവത്തിന്റെ വചനം കേട്ടിട്ടില്ലാത്തവർക്ക്, നിങ്ങളുടെ അയൽവക്കത്തുള്ളവർക്ക് ഒക്കെയും നിങ്ങളത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all. Hallelujah.